ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻ്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ വീട്ടിലാണ്. നിങ്ങളെൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട്. ഇന്നലെ അടുത്തത് താണ്ടി നമ്മുടെ വേറൊരാൾ കണിച്ചിട്ട് കമോൺ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ അല്ലേ ഇവിടെ ഒരാൾ ഇതാണ്ട് നമ്മൾ വേറെ സ്ഥലത്തും കൂടെ പോവാണ്. ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്, വർഷങ്ങൾ ഇഷ്ടം പോലെ. അതുകൊണ്ട് അപ്പുറത്തെ തോട്ടമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് വേറൊരു സ്ഥലം വരെ ഇത് മറ്റേ നമ്മൾ കൊച്ചിട്ടില്ല, ഓടിപ്പോത്തില്ല, പാവം. നമുക്കടുത്ത ആളെ പൂച്ചക്കുട്ടന്മാർ പെണ്ണാണേ, കടിക്കത്തു പോലും. അയ്യോ പലത്തേക്ക് പോയി മനെ, വെളിച്ചൊക്കെ ഇട്ട് ചുന്തിരിയോ നീ ആര്? പേടിക്കണ്ടോ ഞാനാ. നമ്മുടെ ആളമാര് രണ്ടുപേരും ഇനി അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് ഇതാണ് നമ്മുടെ തത്തമ്മക്കുട്ടൻ ജോ അലച്ചോ കൊല്ലു. ഈ സ്ഥലം മുഴുവനും ഞാൻ കാണിച്ചു തരാം. നമുക്ക് വാഴയെല്ലാം വിളിച്ച് കിഡി ആയിട്ട് വയ്ക്കില്ല. അടുത്ത സ്ഥലം തോണ്ട് കളയോ അടിച്ചു പോണം. പോയിട്ട് വന്നേ അതാണ്ടേ ഇവനാണ് കൊമ്പൻ. പേരെന്താ? അപ്പോ അമ്മയുടെ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനലാണ് നമ്മുടെ. ഇതാണ് നമ്മുടെ യാണ് അറിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്ഥലം ഇതാണ്. ഒളിഞ്ഞു പോയ സ്കൂളെന്ന് പറയാം, എനിക്കറിയാം, ഒരു സ്കൂളാ. ഇതാണ് നമ്മുടെ അപ്പൂപ്പൻ. ഇവിടെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഇനി അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിർത്തി വേണ്ടേ. അവിടെ ആയിട്ടാണ് അമ്പലം. അമ്പലത്തിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. അമ്പലമല്ല, കാവ്, തെറ്റിപ്പോയ. അമ്പലമാണെങ്കിൽ ഇവിടുന്ന് അങ്ങ് അതുകൊണ്ട് അവിടെ ഒരു മലയുണ്ടല്ലോ, ആ മലയിലാണ് അമ്പലം. ഇനിയിപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ചെടികൾ എന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. അടുത്ത സ്ഥലത്തിലേക്ക് പോവാം. ഈ വരി കൂടെ പോയാൽ തോട്ടത്തെത്തും. നമുക്ക് നേരെ വായിക്കാം. ഇവിടെ ഒരു വീടുമുണ്ട്. ഇവിടെ അത്രയ്ക്കൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ ആടെയൊക്കെ മേയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ പലവരും പ്രേതത്തിനെ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ അത്രയ്ക്കും റിസ്ക്കുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ ആടൊക്കെ നമ്മളെ ആടാണ്. ഇതൊക്കെ നമ്മുടെ ആട് അല്ലേടാ, എനിക്കെന്നറിയാമോ? അറിയില്ലേ? നമ്മൾ ആടുകുട്ടൻ, അടുത്ത ആടുകുട്ടി ഇനിയുണ്ട്. ബാ ഇപ്പോഴൊക്കെ കുട്ടി എന്തൊരു മരമുണ്ട്. ആ മരത്തിലാണ് എല്ലാവരും പ്രേതത്തിനെയൊക്കെ കണ്ടു എന്നുള്ളൊരു സൂചന പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വീട്ടിലേക്ക് നേരെ പോവാം. അപ്പം നമ്മള് ഇവിടെ നിൽക്കൂനി. അപ്പം നമ്മളെ വീട്ടിൽ എത്തി. വീട്ടിൽ അമ്മൂമ്മയുടെ വീട് എന്ന് പറയാം. ഇത്രയല്ലോ കഴിച്ച എന്നാ എല്ലാരും ഇതൊക്കെ അയച്ചതാ. കിളികളും സ്ഥിരമൊക്കെ സാറ് പറഞ്ഞ് രാജേട്ടനെ വിളിച്ചു.